സോ ID 75 25 89 19. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഒരു വിന്നറിനെയും കൂടെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഗൈസ് എല്ലാവരും ഡു ലൈക്ക് ദ സ്ട്രീം. എല്ലാവരും ഡു ലൈക്ക് ദ സ്ട്രീം ഗൈസ്. ഡ്രീമറോ? അച്ചിപ്പട്ടി റൂമിൽ കയറി ഇരിക്കുന്നടാ നമ്മുടെ കൂടെ. സായിപ്പിനെ ഞാൻ എന്തായാലും കിക്ക് ചെയ്യും. സായിപ്പേ സ്പെക്ടേറ്ററിൽ വാ. സായിപ്പേ ഷോഗോ ആണേ. സായിപ്പേ ഇറങ്ങ. സായിപ്പേ ഷോഗോ ആണേ. നീ പിള്ളേരെ അടിച്ചു വന്ന് അവരുടെ ഒരു ഇത് പോടാ, ഓരോ ഓപ്പർച്യൂണിറ്റി പോടാ. എടാ ഇറങ്ങി വേടാ. സായിപ്പേ ഇറങ്ങടാ. നീ ലൈവ് ആണെന്നുണ്ടെന്ന് എനിക്കറിയാം. സായിപ്പേ ഇറങ്ങ്. ചന്ദ്രൻ മണ്ടനാ. അവനെ ആദ്യം തന്നെ ചാവും. ആദ്യമേ ചാവും ചന്ദ്രനെ കൊണ്ട്. ചന്ദ്രന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ചന്ദ്രൻ മണ്ടനാ. ചന്ദ്രൻ ആദ്യമേ ചാവും. പക്ഷെ സായിപ്പ് ചിലപ്പോൾ നിന്നടിക്കും ഇവന്മാരെയൊക്കെ. എടാ സായിപ്പേ സായിപ്പിനെ കിട്ടട്ടെ. സായിപ്പിനെ കിക്കട്ടെ. ഇമ്പോസ്റ്ററാണ് അവൻ. കിക്കട്ടെ. ചന്ദ്രൻ മണ്ടന. അവനെ നോക്കണ്ട. അവൻ ഏതെങ്കിലും ഒരു നല്ല കളിക്കാൻ അറിയാവുന്നവരൊക്കെ ഒരാൾക്ക് ഒരു കില്ല് അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വേണേ ലോബി ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടി വേണേ സായിപ്പിനിടാം. സായിപ്പ് ഒഴിച്ച് ബാക്കി സായിപ്പിന് തൊട്ട് താഴെയുള്ള കില്ല്. ഓക്കെ, അങ്ങനെയാക്കാം. ചാറ്റ് ബ്രോ വി ആർ സബ്സ്ക്രൈബേഴ്സ് എന്ന് ഡ്രീമർ ഗെയിമിംഗ്. തീട്ടപ്പട്ടി കളിക്കട്ടെ. ഓക്കെ, അപ്പൊ സായിപ്പിന് പ്രൈസ് ഇല്ല. ബാക്കി ആർക്ക് വേണേലും ഇടാം. സായിപ്പിന് താഴെ കില്ലെടുക്കുന്ന ആരാന്ന് വെച്ചാൽ അവര്. സായിപ്പിനെ നമുക്ക് എടുത്തിട്ട് അടിക്കുന്നതോടെ കാണാം. അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. ലെറ്റ്സ് ഗോ. സായിപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ആരാണോ അവർക്കാണ്. സായിപ്പാതിക്കില്ല. സായിപ്പിനെയൊക്കെ എടുത്തിട്ട് ആലക്കോടാ. സായിപ്പിനെ സ്ട്രീമിൽ കാണിച്ചോണ്ടിരിക്കാം. വന്ന് പണിയട്ടെ. അയ്യോ ഗൈസ്, 10.4K like guys. സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യണേ ഗൈസ്. നമ്മൾ റോഡ് ടു 600K ആണ്. ഇനി ഒരു 20,000 സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി. 20K സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി നമുക്ക്. Please play in moderation. Take frequent breaks and play responsibly. ഇവൻ എന്ത് ചെയ്യുന്നു? അതിന്റെ പേര് പൊട്ടവാസു എന്ന് അവന്റെ. എടാ തന്തയ്ക്ക് ഇറക്കാത്ത മൈര, നിനക്ക് അണ്ടി വരും. നീ എല്ലാവരെയും കൊന്നിട്ട് നീ ഇങ്ങോട്ട് വരുമ്പോഴേ നിനക്ക് റോയൽ പാസിന് വരെ ഞാൻ എൻ്റെ സാധനം എടുത്ത് നിന്റെ കയ്യിലോട്ട് വെച്ച് തരാം. പന്ന കഴിവേറി കരിമ്പാറ പൊലയാടി മോനെ. 100ാമത്തെ ഇരിക്കണം. സോ ലെറ്റ്സ് ഗോ ബ്രോ. ലെറ്റ്സ് ഗോ. സായിപ്പ് കില്ലല്ലോ എന്നോ? സായിപ്പിനെ ആദ്യമേ കൊല്ലൂടാ. സായിപ്പിനെ എല്ലാവരോടും എടുത്തിട്ട് അടിച്ചും നോക്കും. ഒരു സംശയവും വേണ്ട. സായിപ്പിനെ അടിക്കുമെന്ന് നോക്കിക്കോ. സായിപ്പോപ്പി ബ്രോ. ഡ്രീമർ സായിപ്പ് രണ്ടുപേരും ആദ്യമേ തീരും. നോക്കിക്കോ, രണ്ടുപേരും ആദ്യമേ തീരും. ഇത് ഏതേലും വേറെ ഏതോ വിഷയം ഒരുത്തനാണ് ഇത് കിട്ടാൻ പോണേ. സായിപ്പ് ചാടി ഇടാ. ചാടി. ശബ്ദം പോയോ? സൗണ്ട് പോയോ? ഇല്ല. കാറ്റിന്റെ ശബ്ദം ഇല്ല ബ്രോ. ദിസ് ഈസ് ചീറ്റിംഗ്. അതെ, സായിപ്പോപ്പി ചീറ്റിംഗ് ആണ്. സായിപ്പോപ്പി ചീറ്റിംഗ് ബ്രോ. ചീറ്റിംഗ്. സായിപ്പോപ്പിക്ക് ഇപ്പൊ പെരുന്നാളടി വരും കേട്ടോ. പെരുന്നാളടി. സായിപ്പോപ്പി സായിപ്പോപ്പിക്ക് കേറാൻ പോലും പറ്റില്ലല്ലോ. സായിപ്പോപ്പിക്ക് ആദ്യം കിട്ടിയത് കണ്ണ്. സായിപ്പോപ്പി പന്നി. സായിപ്പോപ്പി ആദ്യത്തെ കില്ലിന് വേണ്ടി തേടി നടക്കുന്നു. സായിപ്പോപ്പിക്ക് കില്ല് കണ്ടെടുക്കാൻ
സായിപ്പ് ഒരാളെ എടുക്കുന്നു. സായി പോപ്പിയുടെ ആദ്യത്തെ പിക്ക് എടുത്തിരിക്കുന്നു. സായി പോപ്പി അടുത്ത കില്ലിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ കില്ല് എടുത്തിരിക്കുന്നു. സായി പോപ്പി രണ്ടാമത്തെ കില്ല്. ലെഫ്റ്റിൽ ഒരാളുണ്ട്. ഓ സായി പോപ്പി വിത്ത് മൂന്നാമത്തെ പിക്ക്. സായി പോപ്പി ഡോമിനേറ്റിംഗ് സാൻഡോക്ക് അല്ല ബൂട്ട് ക്യാമ്പ്. സായി പോപ്പി വിത്ത് 3 kills വിത്ത് കുണ്ണകൺ. കുറെ പേര് 3 kill അടിച്ചിട്ടുണ്ട്. ആൻഡ് ഡ്രീമർ 69 ഞാൻ പറഞ്ഞതുപോലെ ആദ്യമേ തന്നെ തത്വം തോന്നുന്നു. അല്ല ഡ്രീമർ 69 വിത്ത് 1 kill. ഡ്രീമർ ബുള്ളറ്റ് ഇല്ലാതെ ഇവിടെ തിരിഞ്ഞ് നടക്കുന്നു. സായി പോപ്പി കിട്ടുന്നു. സായി പോപ്പി അന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഹീൽ ചെയ്യുന്നുണ്ട്. 47 പേരോട് മാത്രം ബാക്കി. സായി പോപ്പി ഡ്രീമർ 69 കുഴി തന്റെ കുഴി കൊത്തിയിരിക്കുകയാണ്. വെളിയിൽ ഇറങ്ങത്തില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ ഡ്രീമർ, ടിവിയുടെ അഭിമാനം, ടിവിയുടെ കോ ലീഡറായ ചന്ദ്രൻ എങ്ങനെയാണോ RPയിൽ ക്യാമ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പബ്ജിയിലും ക്യാമ്പ് ചെയ്യുന്നു, BGMയിലും ക്യാമ്പ് ചെയ്യുന്നു. കയറി അടിക്കാനുള്ള ധൈര്യമില്ല, അവിടെ തന്നെ നിൽക്കും. ആരും ഇങ്ങോട്ട് തന്നെ വെയിറ്റ് ചെയ്ത് കളിക്കാമെന്ന് വിചാരിച്ചു. ഓ സായി പോപ്പിയെ പണി വിട്ടിരിക്കുന്നു. ഇനി നമ്മുടെ പ്രതീക്ഷ, ഇനി ഒരൊറ്റ പ്രതീക്ഷ, അത് ഡ്രീമർ ഗെയിമിംഗ് മാത്രമാണ് ഇനി സ്ട്രീമർമാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളത്. സ്ട്രീമേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഡ്രീമർ ഗെയിമിംഗ് മാത്രം. ഡ്രീമർ 69 വിത്ത് 1 kill. സായി പോപ്പിയെ 3 കില്ലോടുകൂടി തീർത്തു വിട്ടിരിക്കുന്നു. ആൻഡ് D6 റെഗ ഇന്ത്യൻ 4 kill. 4 കില്ലോടുകൂടി റെഗ ഇന്ത്യൻ ആണ് ഇപ്പൊ കറന്റ്ലി ഏറ്റവും കൂടുതൽ കില്ലെടുത്ത് നിൽക്കുന്നത്. സായി പോപ്പി അവിടെ പണിത് വിട്ടു. ആൻഡ് റെഗ ഇന്ത്യൻ അവിടെ ഡ്രീമർ 69 സ്റ്റിൽ ഇപ്പോഴും 1 കില്ലിൽ തന്നെ നിൽക്കുന്നു. അതോ അവസാനം ബുള്ളറ്റ് കിട്ടിയിരിക്കുന്നു. കാസ്ട്രോ ഒന്നും ഇല്ല റൂമിൽ. സാഹിബിനെ അടിച്ച് പേരട്ടി കളഞ്ഞ്. ആൻഡ് കറന്റ് നമ്മുടെ റെഗ ഇന്ത്യൻ, എൻ്റെ സ്വന്തം ക്ലാനായ ഇന്ത്യൻസിലുള്ള ചെറുക്കനാണ് ഇപ്പോ ടോപ്പ് ഫ്രാഗ് ചെയ്ത് നിൽക്കുന്നത്. റെഗ ഇപ്പൊ കറന്റ് ഏറ്റവും കൂടുതൽ. ഡ്രീമർ ഇപ്പോഴും 1 കില്ലോട് കൂടി. എടാ പോയി ചാവടാ ഡ്രീമറെ പ്ലീസ്. ക്യാമ്പിയല്ലേ പ്ലീസ്. 007 നോക്ക്, അത് കാസ്ട്രോ ആണോ? അത് ജുഹു 777 ആ. 007 അല്ല. ആൻഡ് ഇന്ത്യൻ റെഗ വിത്ത് ഏറ്റവും കൂടുതൽ കിൽസ് കറന്റ്ലി. ഡ്രീമർ ഗെയിമിംഗ് സ്ട്രീം സ്നൈപ്പും ചെയ്യുന്നു. ഓ മൈ ഫക്കിംഗ് ഗോഡ്. ഡ്രീമർ ഗെയിമിംഗ് ഇമോട്ട് ഇട്ട് ഷോ കാണിക്കുന്നു. ഇമോട്ട് നാരങ്ങ സോഡ. നാണം ഉണ്ടോടാ ഡ്രീമറെ നിനക്ക്? നാണം. ആൻഡ് വേറെ ആൾക്കും ബാലൻ ജൂനിയർ കാട്ടിൽ വന്ന് കില്ലെടുക്കുന്നു. ബാലൻ ജൂനിയർ തൊട്ടടുത്ത ആളുണ്ടോ? ബാലൻ ജൂനിയർ നൈട്രോ ചെയ്യും. ഇവർ ഫ്രണ്ട്സ് ആണ്. ഓക്കെ മൊളറ്റോ വരുന്നു ബാലൻ ജൂനിയർ വിത്ത് 3 കില്ല്. കാസ്ട്രോ ഉണ്ട് ബ്രോ. 007 വാട്ട്? എവിടെ? ഓ ബാലൻ ജൂനിയറിന് നല്ല ടാഗ് കിട്ടിയെന്ന്. എടാ മോനെയാണോ ഈ ജുഹു 777 ആണ്? കാസ്ട്രോ ആണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. 007 നോക്കുന്നു. 007 ഒന്നും ഇല്ല ഇതിനകത്ത്. ഓപ്പണില് പുഷ് ചെയ്ത് വരുന്നു. നൈട്രോ ജെ ബാലൻ ജൂനിയറിനെ അവിടെ കൊന്നു വിടുന്നു. നാരങ്ങ സോഡ. ഡ്രീമർ പുഷ് ചെയ്ത് വന്നിരിക്കുന്നു. ഡ്രീമർ വേഴ്സസ് നാരങ്ങ സോഡ. നല്ല അടി കൊണ്ടിട്ട് ഡ്രീമർ തിരിച്ചോടിയിരിക്കുന്നു. ഡ്രീമർ ഒരു പേടിച്ചൂരിയാണെന്ന് പണ്ടേ നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതിൽ വലിയ ആക്ടിവൊന്നുമില്ല. നല്ല പോലെ കളിച്ചു. എനിക്കറിയായിരുന്നു ബ്രോയ്ക്ക് ഒരു നാരങ്ങ സോഡയ്ക്ക് ഒരു ഫ്രീ കിൽ ആണെന്നത്. ഈസി കിൽ ഫോർ നാരങ്ങ സോഡ.
അവന്റെ സ്വന്തം ബുള്ളറ്റ് തിരിച്ചടിച്ചു എന്നാണ് അവന് ഡാമേജ് കൊടുത്തത്. അത് ഡ്രീമർ കൊടുത്തതാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഇത്രയും ഡാമേജ് ഡ്രീമർ കൊടുത്തതാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഇവന്റെ ഷോട്ട് ഗണ്ണിൽ നിന്ന് തന്നെ അത് ഭിത്തിയിലടിച്ച് തിരിച്ചു വന്നുകൊണ്ട് ഡാമേജ് കൊണ്ടതായിരിക്കും നാരങ്ങ സോഡയ്ക്ക്. അല്ലാതെ ഡ്രീമർ ഒരിക്കലും അവനെ കൊണ്ടൊരു ടാഗ് കൊടുക്കാൻ പോലും പറ്റത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. ഡ്രീമർ ഗെയിമിംഗ് വെൽ പ്ലേഡ് ബ്രദർ. നാരങ്ങ സോഡ വിത്ത് 3 ഫിനിഷസ്. ആൻഡ് D6 റെഗ ഇന്ത്യൻ വിത്ത് 4 കിൽ. അതാണ് ഇപ്പോഴും ടോപ്പ് കിൽസ് എന്ന് പറഞ്ഞാൽ 4 കില്ല്. അതുപോലെ ഇവിടെ ബ്രൂട്ടെക്സ് INDക്കും 4 കില്ലുണ്ട്. 4 കില്ലിന് മുകളിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. വെളിയിലൊരു ഫൈറ്റ് നടക്കുന്നു. സ്പൈഡി ചത്തിരിക്കുന്നു. 4 കില്ലുള്ള ഒരാൾ ചത്തിരിക്കുന്നു. ആൻഡ് ഇവിടെ 3 പേരോട് ഒരുമിച്ച് പുഷ് കിടക്കുന്നു. മറ്റവൻ ഇവിടെ പോയി റെഗ ഇന്ത്യൻ. ഓ എടാ മോനെ കൊന്നു 2 കില്ലാക്കിയിരിക്കുന്നു. KL PUBG നാരങ്ങ സോഡയ്ക്ക് ടാഗ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. KL PUBG ലെവി വേഴ്സസ് നാരങ്ങ സോഡയ്ക്ക് കില്ലെടുക്കാൻ പറ്റുമോ? നാരങ്ങ സോഡ 4 കില്ലിലേക്ക് എത്തിക്കുന്നു. ഇത് ഇന്ത്യൻ റഗയും നാരങ്ങ സോഡയും തമ്മിലുള്ള മാച്ചാണ്. നാരങ്ങ സോഡ വേഴ്സസ് ഇന്ത്യൻ റഗ. ഒലയാടി മോനി എടാ ഇവന്റെ പേര് പോലെ തന്നെ ഇവ എവിടെ നിക്കണം നോക്കണം. റഗയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു കേരളം. റഗ ഒരു കില്ലും കൂടെ 2 കളി കൂടെ ഇട. ഐ വിൽ സ്പോൺസർ. എന്റെ ജോക്കർ ബ്രോ ഞാൻ ഒരു വക കഴിച്ചിട്ടില്ല. ഇന്ത്യൻ റഗ കൊണ്ടുപോയിരിക്കുന്നു രണ്ടാമത്തെ മാച്ച്. ബ്രോ ഹാക്കർ ബ്രോ. ഇന്ത്യൻ റഗ ആൻഡ് ഇറ്റ്സ് ലാസ്റ്റ് 1v1 ഡിന്നറോട് കൂടി. ഓ കണ്ടു ഡിന്നറോട് കൂടി അടിക്കാൻ പറ്റുമോ നോക്കാം. എടാ അടികൊണ്ട് ഒലയാടി മോൻ വോൺ ദ മാച്ച്. അത് ഞാൻ എങ്ങനെ പറയും? അപ്പൊ ഈ മാച്ചിൽ ഡിന്നർ അടിച്ചിരിക്കുന്നത് കൊലയാടി മോനാണ്. പുള്ളിക്ക് 3 ഫിനിഷസ് ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കില്ലായിരുന്നു നമ്മുടെ എന്താ പറയാ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയണത്. അപ്പൊ റഗ ഇന്ത്യൻ വിത്ത് 6 ഫിനിഷസ് ആണ് ഇന്നത്തെ വിന്നർ, രണ്ടാമത്തെ മാച്ചിന്റെ വിന്നർ. അപ്പോൾ രണ്ടും കിടിലം മാച്ചായിരുന്നു. എല്ലാവരും നന്നായിട്ട് കളിച്ചു. വെൽ പ്ലേഡ് 369 360 UC വേണം. 360 UCക്ക് എത്ര രൂപയാണ്? 360 UCക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ D6 റഗ ഇന്ത്യൻ. ഇതാണ് എടാ. അത് ഞാൻ സ്കൈഡാക്സ് കറക്റ്റ് എല്ലാം കൂടെ എത്ര ഒരു റോയൽ പാസിന് എത്ര എമൗണ്ട് എന്ന് വെച്ചിട്ട് നീ എനിക്കൊന്ന് ഇൻബോക്സിൽ ഒന്ന് മെസ്സേജ് അയക്കണേ. നിന്റെ UPI ID കൂടെ ഒന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ നിനക്ക് ഇട്ട് തരാവേ. ഇത് അവർക്കൊന്ന് കറക്റ്റായിട്ട് അയച്ചു കൊടുത്തേക്കണേ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ മാച്ചസ് എല്ലാം കഴിഞ്ഞു. ആൻഡ് ഇന്ന് സ്ട്രീക്ക് പോയിരുന്നെങ്കിലും നമ്മൾ ലാസ്റ്റ്. അപ്പോൾ നമുക്കിനി എല്ലാ ദിവസവും എന്നല്ല, പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് RP ഗീവ് അവേ വെക്കാം. നല്ലൊരു പരിപാടിയാണ്, കൊള്ളാം. എടാ അവിടെ മറ്റേ ആ വീട്ടിൽ കയറിയാൽ ആ ഒരു റൂമിൽ കയറിയാലേ പുറകിന്ന് അടി കിട്ടും. അപ്പുറത്തെ ബിൽഡിംഗിൽ മനസ്സിലായോ? എനിക്കിട്ട് അപ്പുറത്തെ ബിൽഡിങ്ങിന് അടി കിട്ടുമ്പോൾ ഞാൻ ഹീൽ ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോ മറ്റേ ഓടി കയറി വന്നത്. പക്ഷെ അവന്റെ ഞാൻ അടി കൊടുത്തില്ല. പക്ഷെ അത് ഹിറ്റ് ആയിട്ടില്ല. നിന്റെ ചങ്ക് ചത്ത കാണാൻ കേട്ടോ. നിന്റെ ചങ്ക് ചത്താണ് സീൻ വലങ്കൈ. നിന്റെ വലങ്കൈ വെസ്റ്റില്ലാണ്ടായിപ്പോയി. അല്ലേ മോനെ ഡ്രീമർ ഗെയിമിംഗ് അല്ലേ? നീ അങ്ങ് മലത്തിക്കളഞ്ഞേനെ. നീ അങ്ങ് ഒന്നും കൂടി എടാ പോടായിരുന്നു. എനിക്ക് വിശന്നിട്ട് പോയാ. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ പോയി കഴിക്കട്ടെ എന്തേലും.